Hi everyone, welcome to my very first YouTube video. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും നാൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ളത് എൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ആയിരുന്നു. കാരണം നിങ്ങൾ ഇച്ചിരി സമയം മുടക്കി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ടൈമിന് വേർത്ത് ആയിരിക്കണമെന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് വേർത്ത് ആയിരിക്കില്ല എന്നെനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ എൻ്റെ വളരെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. ഒരു നോർമൽ MSc ഗ്രാജുവേറ്റിൻ്റെ എക്സാംസ്, അസൈൻമെൻറ്റ്സ്, അങ്ങനെ വളരെ നോർമൽ ആയിട്ടുള്ളൊരു ലൈഫ്. യുണീക്കായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ബാക്ക് ഇൻ 2023 എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റ് കൊണ്ടിട്ട് ഐ ബിക്കം എ വീൽ ചെയർ യൂസർ. ആ ഒരു ജേർണിയിൽ, അല്ലെങ്കിൽ മേ ബി ഞാൻ ആ വീൽ ചെയറിൽ നിന്നും ബാക്ക് ഓൺ മൈ ഫീറ്റ് എന്നൊരു ജേർണിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് റീസെൻ്റ്ലി മനസ്സിലായി. ആൻഡ് ഐ തോട്ട് ചിലപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയിരിക്കും എന്നൊരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ ഐ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ. ആൻഡ് ടുഡേയ്സ് വെരി ഫസ്റ്റ് വീഡിയോ ഈസ് ഓൾസോ അബൌട്ട് വൺ ഓഫ് ദ ലെസൺസ് ദാറ്റ് ഐ ലേൺ റീസെൻ്റ്ലി. ഈ റീസെൻ്റായിട്ട് ഞാൻ പഠിച്ച ഒരു ലെസനെ കുറിച്ച് പറയാനാണ് ഐ ആം ടേക്കിംഗ് ദിസ് വീഡിയോ. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹൗ ടു ബ്രേക്ക് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ വിത്ത് പ്രൂഫ് ഫ്രം മൈ ഓൺ ലൈഫ് ആൻഡ് ബാക്ക് ബൈ സൈക്കോളജി. സോ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് 2023 ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. സോ അതിനുശേഷമാണ് ഞാൻ വീൽ ചെയർ യൂസറായി മാറുന്നതും. അപ്പം ഈ ഒരു 22 ഇയേഴ്സ് വരെ നമ്മൾ നോർമലായിട്ടൊരു ലൈഫ് ഭയങ്കര കംഫർട്ട് സോണിൽ ജീവിച്ചതിന് ശേഷം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം വാസ് ലൈക്ക് ഫേസിങ് ദ ക്രൗഡ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിയർ എന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് ഞാനൊരു ക്രൗഡിനെ ഫേസ് ചെയ്തത് തന്നെ കോൺവെക്കേഷന് പോയ സമയത്താണ്. അത് പക്ഷേ സ്റ്റിൽ അതിൻ്റെ ഒരു കംഫർട്ട് സോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് അത് ചെന്നൈയിലായിരുന്നു. ആൻഡ് ഓൾസോ അതെൻ്റെ ഫ്രണ്ട്സ്, ഫാക്കൽറ്റി മാത്രമാണ്, എന്നെ അവിടെ വളരെ ചുരുക്കം പേർക്കേ അറിയത്തുള്ളൂ എന്നൊക്കെ ഒരു കംഫർട്ടായിട്ടുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് എനിക്ക് വന്നത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കസിൻ്റെ കല്യാണത്തിന് എനിക്ക് പോയേ പറ്റത്തുള്ളൂ. എനിക്ക് ആ കല്യാണം മിസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് എന്നാൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീൽ ചെയറിൽ പോകണം. ആൻഡ് ഓൾസോ അവിടുത്തെ ക്രൗഡിനെ മൊത്തം നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്. സോ ആ സമയത്ത് ഞാൻ മൊത്തത്തിൽ, ഈവൻ കല്യാണത്തിൻ്റെ തലേ ദിവസം പോലും ഐ വാസ് ലൈക്ക്, ഷുഡ് ഐ ഗോ? ഞാൻ പോകണോ വേണ്ടയോ? ഞാൻ പോയാൽ എന്താകും? ആൾക്കാരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. എൻ്റെ മനസ്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓവർ തിങ്കിങ്ങിൻ്റെ പീക്കിലെത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഞാനാവും അവസാനം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഫോർ ദ റോങ് റീസൺ. അതാണ് എനിക്ക് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നതിനോട് താല്പര്യമൊക്കെ തന്നെയാണ്, പക്ഷേ ഫോർ ദ റോങ് റീസൺ എനിക്കാവണ്ട. ആൻഡ് ഓൾസോ ആൾക്കാരെന്ത് വെറുതെ വന്നിട്ട് സഹതാപപ്പുഴയായിരിക്കും, എന്തിനാണ് അങ്ങനെയൊക്കെ കാണാൻ പോകുന്നത്? ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ഇതൊന്നും അല്ല, ആക്ച്വലി പറഞ്ഞാൽ തീരാത്തത്രയും ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് ആ കല്യാണം അറ്റൻഡ് ചെയ്യണം. ബിക്കോസ് നമ്മളുടെ കൊച്ചിലെ മുതലുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, ഈ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ സാരി ഉടുത്തു പോകും, എന്നിട്ട് താലമൊക്കെ പിടിച്ച് നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കും. അപ്പം ഈ ചേച്ചിയുടെ കല്യാണത്തിന് തുടക്കം മാംഗല്യത്തിൽ ഡാൻസ് കളിക്കണമെന്നുള്ളത് തന്നെ ഭയങ്കര ഒരു കൊച്ചിലെ മുതലുള്ള നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. സോ അത് നമ്മൾ ചെയ്യുമെന്നുള്ളത്, കാരണം അത് ചെയ്യാനായിട്ട് നമുക്ക് അന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനൊരു ഫ്യൂച്ചർ ആകും ആ സമയത്ത് എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്യുന്നില്ല, നോട്ട് ഈവൻ ഇൻ ഡ്രീംസ്. സോ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെയുള്ളൊരു മൈൻഡിലായിരുന്നു. സോ ഇങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പരുവമായിട്ടിരിക്കുന്ന സമയമാണ് ദ ഫസ്റ്റ് സ്റ്റേജ്. ആൻഡ് ദ സ്റ്റേജ് ഈസ് കോൾഡ് ഫിയർ ബാരിയർ. എന്താണ് ഫിയർ ബാരിയർ? അതായത് മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നാലോചിച്ചിട്ട് നിങ്ങൾ ലൈഫിൽ എത്ര സിറ്റുവേഷൻസ് വേണ്ട വെച്ചിട്ടുണ്ട്, അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ആൻസർ പറയാനായിട്ട് കൈ പൊക്കുന്നത് തൊട്ടിട്ട് മേ ബി നിങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയാനായിട്ട് എഴുന്നേക്കാതിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങൾ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഫാമിലി, ഫ്രണ്ട്സ് ഗ്യാതറിങ് എല്ലാം ഒഴിവാക്കുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഫിയർ ബാരിയർ എന്നതിലൂടെ എല്ലാവരും ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുണ്ടാവില്ലേ? ഇതിനെന്താ കാര്യം എന്നറിയാമോ? ഇത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത്
ഈ ബ്രെയിൻ അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം നമ്മളെ ത്രെറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ആൻസൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഓവർ തിങ്ക് ചെയ്യാനോ ഒക്കെ നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ഫൈനലി കംഫർട്ട് സോണിൽ നിന്ന് വിട്ടുവരാനുള്ള മടി കൊണ്ട് മിക്കവരും എന്ത് ചെയ്യും, ഇങ്ങനെ അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അങ്ങനെ അപ്പാടെ വേണ്ട വയ്ക്കും. ദിസ് ഇസ് ദ പ്രോബ്ലം. ഇതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ. അതിനകത്ത് ഫസ്റ്റ് വരുന്നൊരു കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ് ആൻസൈറ്റി. അതായത് നിങ്ങൾക്ക് ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കണം. ഇത് ഒത്തിരി പേർക്കുള്ള ഒരു പ്രശ്നമാണല്ലേ. പക്ഷേ അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരിക്കാം, ആ കണ്ടന്റിൽ അവർ വളരെ കോൺഫിഡൻറ്റും ആയിരിക്കാം. പക്ഷെ അവരെ മെസ്സപ്പ് ചെയ്യുന്ന എവിടെയായിരിക്കും എന്നറിയാവോ? ഈ കേൾക്കുന്ന ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്താലോ, വേണ്ട, എന്തിനാ അവരത് റിസ്ക് എടുക്കുന്നത്, സോ അവോയ്ഡ് ചെയ്ത് വിട്ടേക്കാം, എന്തിനാ എന്നും പറഞ്ഞ് അങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഓൾസോ പിന്നെന്താ പറയുക, നമ്മളുടെ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം ഫസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ജിമ്മിൽ ആദ്യമായിട്ട് പോവാണ്, ഒരു ഫസ്റ്റ് ജിം എക്സ്പീരിയൻസ്. അപ്പോൾ മിക്കപ്പോഴും ഈ ആൾക്കാർക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോഴേക്കും മടിയാണ്. അതായത് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ പോയി വർക്ക് ചെയ്യുമ്പോഴേക്കും കൂടെയുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും. എനിക്കാണോ ഒന്നും അറിയത്തില്ല, മര്യാദയ്ക്ക് മെഷീൻസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ കയറി ചെന്നിട്ട് ആൾക്കാർ വിചാരിക്കത്തില്ല ഇതെന്ത് പെണ്ണി കാണിക്കുന്നത് എന്ന് വിചാരിക്കത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ പലതും ഫസ്റ്റ് എക്സ്പീരിയൻസ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടല്ലേ. ആൻഡ് ഓൾസോ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല, പക്ഷെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് തോന്നും. ഇത് തൊട്ട് ഒരു കരിയർ ചേഞ്ചിൽ പോലും ഇത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഒരു കരിയർ സ്വിച്ച് ചെയ്യണം. ആൻഡ് ഇഫ് യു ആർ വർക്കിംഗ് ഓൺ എ കരിയർ, ഒരു 5 വർഷമായിട്ട് നിങ്ങളൊരു കരിയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു പോയിന്റിൽ ഇതല്ല എനിക്കിഷ്ടമുള്ള കാര്യം, എനിക്കൊരു കരിയർ ചേഞ്ച് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ റീസൺസ് ഉണ്ട്, നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. മേ ബി അതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരിക്കാം, വെറുതെ പൈസയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യുമായിരിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ റീസൺസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പേടി എന്തായിരിക്കും, ഞാൻ ഇനി കരിയർ ചേഞ്ച് ചെയ്താൽ അതൊരു ഫെയിലിയർ ആയാൽ ആൾക്കാരെന്ത് പറയും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് വേറൊരു പണിക്ക് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ലേ ഇവനെന്താ നേരത്തെ അറിയത്തില്ലായിരുന്നു എന്ന്. സോ ആ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം, ഒരു റൂട്ട് കോസ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്തിനാണ് ഈ സ്റ്റേജിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത്, ഇത് ഓൾറെഡി എനിക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് നിങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ജസ്റ്റ് തിങ്ക് ദിസ് സ്റ്റേജ് ഈസ് വെരി വെരി ക്രിട്ടിക്കൽ. കാരണം ഇത് ഓക്കെയാണ്, ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ ജീവിച്ചോളാം, എനിക്കുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു പൊട്ടക്കിണറ്റിലൊക്കെ ഒരു തവളെ പോലെ ഞാൻ അങ്ങ് ജീവിച്ചോളാം, എനിക്കതിന് പ്രശ്നമൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ ഇത് വെച്ച് നിർത്തിക്കോ. കാരണം ഞാനിനി പറയുന്നത് വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഈ ഒരു കംഫർട്ട് സോൺ എങ്ങനെയെങ്കിലും എനിക്ക് കടക്കണം. ആൻഡ് ഓൾസോ I have to push through, I have to go and enter into a new phase of growth എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ കീപ്പ് വാച്ചിങ് ദിസ് വീഡിയോ. സോ നമ്മുടെ ആ കല്യാണ കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്ത് ആൻഷ്യസ് ആയിട്ട് ഇരിക്കുവാണ്. എനിക്ക് എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ആ കല്യാണത്തിന് പോയില്ലെങ്കിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പോയി. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചതിൽ നിന്ന് എല്ലാം ഓപ്പോസിറ്റായിരുന്നു കാര്യങ്ങൾ. അവിടെയുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എന്തിപ്പോൾ പറയുക, എല്ലാവരും എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാവരും, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഈവൻ ദ ഫോട്ടോഗ്രാഫർ ഓൾസോ, ആളുവരെ എന്നെ ഈ എല്ലാ മെമ്മറീസിലും ഞാൻ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക, നമുക്കിങ്ങനെ പിക്ചേഴ്സ് എടുക്കാം, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമായിരുന്നു. ആൻഡ് ഓൾസോ ഐ ഡാൻസ്ഡ്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന പോലത്തെ ഡാൻസൊന്നും അല്ല, പക്ഷേ I enjoyed each and every moment of that wedding. And the most important thing, and the family, friends and the people who really cared about me was incredibly happy. കല്യാണപ്പെണ്ണ് വാസ് ലൈക്ക് ഞാൻ എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കണമെന്നുള്ളത് ആൾക്ക് നിർബന്ധമായിരുന്നു. അവരുടെ എല്ലാവരുടെയും സന്തോഷമായിരുന്നു ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. This stage is called the growth phase. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വന്നു, നിങ്ങളുടെ പേടിയെ നിങ്ങൾ ഓവർകം ചെയ്തു, നിങ്ങളുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്തു, പഠിച്ചു, ഗ്രോ ചെയ്തു. ഈ ഒരു എബിലിറ്റിക്ക് പറയുന്നതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ദ എബിലിറ്റി ഓഫ് ദ ബ്രെയിൻ ടു റീറൈറ്റ് ഇറ്റ് സെൽഫ് ബേസ്ഡ് ഓൺ ന്യൂ എക്സ്പീരിയൻസസ്.
നിങ്ങൾ പുതിയ പുതിയ ഓരോ ചലഞ്ച് നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് അതിന് എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം, അതിന് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന എക്സ്പീരിയൻസസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആ ഒരു കുഞ്ഞൊരു മുറിയിൽ കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ ഇട്ടിരിക്കുകയാണ്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ പുതിയ പുതിയ ചലഞ്ചസ് കൊടുക്കുമ്പോഴും കംഫർട്ട് സോണിന് വെളിയിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ബ്രെയിൻ പഠിക്കുന്നത് ആൻഡ് യു വിൽ ഗെറ്റ് മോർ ഔട്ട്കംസ്. സോ നമ്മൾ ഈ സ്റ്റേജിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് വൺ, ദ ഫിയർ ഈസ് മോസ്റ്റ്ലി ഇൻ യുവർ മൈൻഡ്. ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാ വേഴ്സ്റ്റ് സിറ്റുവേഷൻസും ആയിരുന്നു. ആൾക്കാർ അങ്ങനെ വിചാരിക്കും, ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ റിയാലിറ്റിയിൽ എന്താ നടന്നത്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വി ആർ വെരി സപ്പോർട്ടീവ്. എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് നിന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് യുവർ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്സ്. അതായത് നിങ്ങൾ ഒരു മാസീവ് ചലഞ്ച് നിങ്ങൾക്കിപ്പോൾ നോർമലായിട്ട് തോന്നും. ഒരു ചലഞ്ച് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് വട്ടം നമ്മളത് ചെയ്യുമ്പോഴേക്കും നമുക്കത് കൈൻഡ് നോർമൽ. ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമല്ലേ, പിന്നെ എന്ത് ഇത്ര ആലോചിക്കാനായിട്ട്. അതായത് ഞാനിപ്പോൾ ആ ഒരു വെഡ്ഡിങ് അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വീണ്ടും വേറൊരു പരിപാടിക്ക് ഗ്യാതറിങ്ങിന് പോകില്ല. ആ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ വേറൊരു ക്ലോസ് കസിൻ്റെ എൻഗേജ്മെൻറ്റിനും ഞാൻ പോയി. അവിടെ ഞാൻ ആങ്കറിങ്ങും ചെയ്തു ഇൻ വീൽ ചെയർ. ഓക്കെ, സോ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ഫസ്റ്റ് വെഡ്ഡിങ് അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ്. സോ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുകയാണ്. ഓരോ വട്ടവും ഓരോരോ ചലഞ്ചസ് നിങ്ങൾ ഓവർകം ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. വേണ്ട, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് വെച്ചിരുന്നാൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ വേറെ എല്ലാ സിറ്റുവേഷനിലും ജീവിതത്തിൽ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇങ്ങനെ വിട്ടുകളഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് കോൺഫിഡൻസ് ബിൽഡ്സ് ഓവർ ടൈം. അതായത് നിങ്ങൾ എത്രത്തോളം ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഫേസ് ചെയ്ത് വരുന്നോ അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മാറും. ആൻഡ് ഓൾസോ ഫൈനലി നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നോട്ട് എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്. അതായത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഓക്വേർഡ് തന്നെയായിരുന്നു. അത് ഒരിക്കലും നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാം സ്മൂത്തായിട്ട് പോകുന്നതാണ്, എല്ലാം സന്തോഷങ്ങൾ മാത്രം വരുന്നതാണ് ഗ്രോത്ത് എന്നൊരു ഫേസ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു ഫേസിൽ നിങ്ങൾ പഠിക്കും അങ്ങനെയുള്ള കുഞ്ഞി ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ പഠിക്കും. ഈ 4 കാര്യങ്ങളാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ആ ഒരു കല്യാണത്തിന് പോയപ്പോഴേക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരുന്ന സമയത്ത് ഡോണ്ട് ലെറ്റ് സ്മോൾ പ്രോബ്ലംസ് ഓവർഷാഡോ ദ ഹാപ്പിനെസ് യു ഗെയിൻ. അതായത് കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് സംഭവിച്ച പോലെ ചില ആൾക്കാരൊക്കെ ഇച്ചിരി ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഫെൽറ്റ് ഓക്വേർഡ് അറ്റ് ടൈംസ്, ദാറ്റ്സ് ദ ട്രൂത്ത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിലും എനിക്ക് അതായത് ഈ ഒരു കസിൻ്റെ കല്യാണത്തിന് ഞാൻ പറഞ്ഞല്ലോ തുടക്കം മാംഗല്യത്തിൽ ഡാൻസ് കളിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ചേച്ചിയുടെ കൂടെ ഫുൾ ടൈം നിൽക്കണമെന്നുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഈ ഫേവറേറ്റ് കസിൻ്റെ കൂടെ ഇപ്പോൾ ഒരുക്കാനും ടിഷ്യൂ കൊടുക്കാനും പിന്നെ അങ്ങനെ കുഞ്ഞു കാര്യങ്ങളില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കുറേ ചെയ്യണമെന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് ഒരു അസിസ്റ്റൻസ് പോലെ നിൽക്കണമെന്ന്. പക്ഷെ ഞാൻ പോയ സമയത്ത് എനിക്ക് 2 പേരുടെ അസിസ്റ്റൻസ് വേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു ഓക്വേർഡ് സിറ്റുവേഷൻസ് ഉണ്ടാകും. നിങ്ങൾ ഏതൊരു ഇതിൽ പോകുമ്പോഴും ഫസ്റ്റായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരുന്ന സമയത്ത് അതുണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞു പ്രോബ്ലംസ് നിങ്ങൾക്ക് ആ കാര്യം അച്ചീവ് ചെയ്തപ്പോൾ ഉണ്ടായ ഹാപ്പിനെസ്സിനെ ഓവർഷാഡോ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കരുത്. സോ ഇതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം. നിങ്ങൾ പോലും ഇമാജിൻ ചെയ്യാത്തത്രയും പോസിബിലിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ കൈക്കുമ്പിളിൽ കിട്ടാൻ പോകുന്നത്. So once you break through that first layer of fear, you start to grow in ways that you never expected. നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ളൊരു വളർച്ചയായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നത്. ഞാനിതൊരു ജസ്റ്റ് ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്. ഒരു കരിയറിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാ പേഴ്സ്പെക്റ്റീവിലും ഇത് ആപ്ലിക്കബിൾ ആണ്. സോ നിങ്ങൾ ഓരോ വട്ടവും ഓരോ ചലഞ്ച് ഓവർകം ചെയ്ത് വരുമ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. And this phase is called the expansion. Confidence leads to more growth. So ഒരു എക്സ്പാൻഷൻ ഫേസിൽ ശരിക്കും നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരിക മാത്രമല്ല, യു വിൽ സ്റ്റാർട്ട് ആക്റ്റീവ്ലി സീക്കിംഗ് ന്യൂ ചലഞ്ചസ്. പുതിയ ചലഞ്ചസ് നിങ്ങൾ തേടി പോകും. അതായത് ഇതൊരു സൈക്കോളജിക്കൽ
കോൺസെപ്റ്റാണ് ആൻഡ് ദിസ് ഈസ് കോൾഡ് കോമ്പിറ്റൻസ്. ഇതൊരു കോൺഫിഡൻസ് ലൂപ്പാണെന്ന് വേണേൽ പറയാം. അതായത് നിങ്ങൾ എത്രത്തോളം ഒരു കാര്യം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ അതിൽ അടിപൊളിയായിട്ട് മാറും അല്ലേ. മറ്റേ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ അടിപൊളിയായി വരും. അപ്പോൾ എത്രത്തോളം അടിപൊളിയാവുന്നു അത്രത്തോളം നിങ്ങൾ കോൺഫിഡൻറ്റും ആകും, റൈറ്റ്? അത്രയും കോൺഫിഡൻ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പുതിയ പുതിയ ചാലഞ്ചസ് വീണ്ടും വീണ്ടും എടുക്കാനുള്ളൊരു ഒരു ഗട്ട്സ് വരും. സോ ഇതാണ് ആ ഒരു കോൺഫിഡൻസ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലൂപ്പിൽ വേണം നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ പേഴ്സ്പെക്റ്റീവിലും ചെന്നെത്താനായിട്ട്. സോ ഇവിടെ എന്താ നടക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക്കിൻ്റെ മുന്നിൽ ഭയങ്കരമായിട്ട് സംസാരിക്കാനായിട്ട് പേടിച്ചിരുന്ന ഒരാൾ ആദ്യം എന്ത് ചെയ്തു, കുഞ്ഞു ഗ്രൂപ്പ്സിലുകളെല്ലാം സംസാരിച്ചു തുടങ്ങി. അപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഓക്കെ എനിക്ക് അത്യാവശ്യം സംസാരിക്കാൻ വരുന്നുണ്ട്, എനിക്ക് കണ്ടന്റ് നോളജൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കുഞ്ഞു കോൺഫിഡൻസ് ആയി. അത് ഇച്ചിരി കൂടെ കഴിയുമ്പോഴേക്കും ആളെന്ത് ചെയ്യും, ഒരു ഇച്ചിരി ബിഗ്ഗർ ഓഡിയൻസിലേക്ക് സംസാരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വീണ്ടും കോൺഫിഡൻസ് വന്ന് എന്ത് സംഭവിക്കും, ഫൈനലി ഒരു ബിഗ്ഗർ ഓഡിയൻസിൽ ഒരു പേടിയില്ലാതെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അയാൾ മാറും. സോ ഇതാണ് നമുക്ക് എല്ലാത്തിലും വേണ്ടതും. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയർ ഗ്രോത്തിലാണെങ്കിലും സോഷ്യൽ ഇൻട്രാക്ഷൻസിലാണെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് നമുക്ക് ഈ ഒരു 3 സ്റ്റേജ് കടന്നു വന്നേ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്താനും പറ്റത്തുള്ളൂ. സോ ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറുന്നത്. അതായത് എനിക്ക് യുണീക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒന്നുമില്ല എന്നൊരു കാരണം കൊണ്ട് ഇത്രയും നാൾ യൂട്യൂബ് ചാനൽ തുടങ്ങാതിരുന്ന ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ലൈക്ക് ദാറ്റ് നിങ്ങളുടെ എല്ലാ ലൈഫിൻ്റെ പെർസ്പെക്റ്റീവിലും നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കുക. ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ മേ ബി നിങ്ങളൊരു എക്സ്പാൻഷൻ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും യു ആർ ക്യാപ്പബിൾ ഓഫ് ഫാർ മോർ ദാൻ യു തോട്ട്. ആൻഡ് ഓൾസോ ഗ്രോത്ത് ബിക്കംസ് എ കണ്ടിന്യൂസ് പ്രോസസ് because you are not stopping anywhere. So finally നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഒന്നും തുടങ്ങി വെക്കാതെ എവിടെയും എത്താത്തൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രം. ഇപ്പം ഞാൻ ആ ഒരു കല്യാണത്തിന് പോയില്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസോ അടുത്തൊരു പ്രോഗ്രാമിന് പോകാനുള്ളതോ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസോ അല്ലെങ്കിൽ ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ജോയ് എവറിത്തിങ് എനിക്കെല്ലാം മിസ്സായാണ്. ഞാൻ ഇപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് പോയേനെ. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ടേക്ക് ഇറ്റ് എനിവേ. അറ്റ്ലീസ്റ്റ് വി ട്രൈഡ്. എങ്ങാനും ബിരിയാണി കൊടുത്താലോ മേ ബി നിങ്ങൾ ഫെയിലായി പോയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ ട്രൈ ചെയ്തുള്ളൂ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഓൾസോ സെക്കൻഡ്, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം അതങ്ങ് മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. സത്യം പറഞ്ഞാൽ കൂടുതലും നമ്മളുടെ ഹെഡിൽ പോകുന്ന ഒരു ഓവർ തിങ്കിങ് ലൂപ്പ് മാത്രമാണ് അത്. ആൾക്കാരൊക്കെ ഒന്നും നമ്മളെ എങ്ങനെ നോക്കിയിരിക്കാനൊന്നും സമയമില്ലടേ. ഇനിയിപ്പോൾ ബൈ ചാൻസ് നോക്കിയിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു പണിയില്ല എന്നിട്ട് അവരങ്ങ് നോക്കിയിരിക്കട്ടെ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ തോറ്റു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുകയോ ചെയ്താൽ മനസ്സിലാക്കുക ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ്സ്. അത് വളരെ നോർമലാണ്, എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഒരിക്കലും അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. കീപ് ഗോയിങ്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ യു വിൽ അച്ചീവ് ഇൻ യുവർ ലൈഫ് ദാറ്റ് ആർ ഫാർ മോർ ഫുൾഫില്ലിംഗ് ദാൻ യു എവർ ഇമാജിൻഡ്. സോ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വന്ന് എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.